വലിയ മഹാന്മാരാകുമ്പോൾ അവരുടെ അനുസ്മരണങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കാൻ കാരണമാണ്. നമ്മൾ പ്രത്യേകം പറയണ്ട പടച്ചോനെ ദോഷം പുറത്തു തന്നെ നിന്നെ തെറ്റ്, അത് പറയണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ അനുസ്മരണം നടത്തി വൈദികന്റെ വധുകൾ പറഞ്ഞു പിരിഞ്ഞാൽ പോകുമ്പോഴേക്ക് ഒരുപാട് ദോഷം പുറത്തു. ഏതുപോലെ അറിയങ്ങള് നമ്മളിപ്പോ ഒരു പെരണ്ടാക്കി, ആ പുരണ്ടാക്കുമ്പോ അതിന് മുറ്റത്ത് ബാത്റൂം ഉണ്ടാക്കും, കുളിക്കാൻ പുരണ്ടാക്കും, പലതും. ആ കൂട്ടത്തിൽ തിരുമ്പാൻ കല്ലും ഇതേതാ തറയിടാൻ കൊണ്ടുവന്ന കല്ലിന്റെ കൂട്ടത്തിന്ന് അത്യാവശ്യം വസ്ഫത്തൊരു കല്ല്, അത്യാവശ്യം വീതി നീളും കാര്യമൊക്കെ ഉണ്ടായ ഉമ്മ പറയും എന്നാ പിന്നെ കുഞ്ഞാളെ ആ കല്ലിനെ മാറ്റി വെച്ചളാം, എന്തേ അത് നമുക്ക് തിരുമ്പാൻ കല്ലാക്കാം. അങ്ങനെയാണല്ലോ. എന്നിട്ട് അത് 4 കല്ലൊക്കെ വെച്ച് ഉഷാറാക്കിയിട്ട് അങ്ങനെ തിരുമ്പാൻ കല്ലാക്കാനാണ്. ആ കല്ലുമ്മ ചളി ഉണ്ടാകും, കുണ്ടും കുയ്യും ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. പക്ഷേ 6 മാസം നിങ്ങളെ മാക്സിം നിങ്ങളെ പർദ്ദയും അതുപോലെ തന്നെ നിങ്ങളെ പുതപ്പും വിരിപ്പും പരുക്കമുണ്ടൊക്കെ അതിമട്ടും തിരുമ്പിയൊക്കെയാണ് നിങ്ങൾ എന്തിനാ തിരുമ്പണത്? പരുക്കമുണ്ടത്തെ ചളി പോകാനാണ്, പുതപ്പത്തെ ചേറ് പോകാനാണ്, നിങ്ങളെ മാക്സി നന്നാകാനാണ്. പക്ഷേ പുതപ്പും മാക്സിയും പരുക്കമുണ്ടും ചളി പോകാനും നന്നാക്കാനും 6 മാസം ഈ കല്ലിൽ വെച്ചിട്ട് നിങ്ങൾ അലക്കുമ്പോൾ ആ കല്ലതാ മിനുസമാകുന്നു, ആ കല്ലിന്റെ കുണ്ടും കുയ്യും തൂരുന്നു, ആ കല്ലും ചളിയില്ലാതെ ക്ലീൻ ആകുന്നു. ഇതുപോലെ ദിക്റുൽ അംബിയ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അമ്പിയാക്കന്മാർ അനുസ്മരിക്കുക എന്നത് മഹ്ളൻ ഒരു ഇബാദത്താണ്. മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ സൂഫിയാക്കന്മാര് അവർ അനുസ്മരിക്കുന്നതോ ഓട്ടോമാറ്റിക്കലി പാപമോചനത്തിന് കാരണമാണ്. എന്താ കാരണം എന്നറിയങ്ങള്? യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ മർമ്മം കണ്ടെത്തിയ ആളുകളാണ് മഹാന്മാർ. ആ മർമ്മം മനസ്സിലാക്കിയിട്ട് അതിനെ പ്രവർത്തിച്ച ആളുകളാണ്. നമ്മളൊക്കെ അതേ സമയത്ത് എന്താണ് മർമ്മം നമുക്ക് തിരിഞ്ഞിട്ടില്ല. നേരെ കണ്ടിട്ട് വെടിവെക്കുക നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻഷനുകളും വിഷമങ്ങളും നോക്കിയാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ പറയുന്ന ആളുകൾ വളരെ കുറവാവും. ഒക്കെ ദുനിയാവാ. അപ്പൊ ഇനിയിപ്പോ നാളെ തങ്ങൾ പാപ്പ ദ്വാരക്കാൻ വരിക. തുടക്കത്തിൽ സുലൈമാ ഉസ്താദ് ഉണ്ട്, ഒടുക്കത്തിൽ ഷിയാബുദ്ദീൻ തങ്ങളുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഇവർ ദ്വാരക്കാൻ വരികയാണ്. നിങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുക്കണോന്ന് ദ്വാരക്കാൻ വേണ്ടി. എന്തായാലും ഉണ്ടാകുക മുട്ടുംകാലിന്റെ കടച്ചിൽ സുഖമാണ്, പെദ്ദിക്കൊരു വേദന തുടങ്ങിയിട്ട് 6 മാസം ആയിക്കണം. ഗൾഫത്തെ കാര്യം ഇപ്പം മഹാ കട്ടപ്പാടാണ്. കുട്ടീനെ കെട്ടിച്ചാണ്ട് കെട്ടിച്ചോ കെട്ടല്ലേ കുട്ടികളില്ല, ഉള്ള കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ല, പുതിയാപ്പള തെറ്റിപ്പോവുകയാണ്, പെണ്ണുങ്ങൾ വൈപ്പിടണില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ചിലപ്പോൾ തെങ്ങുമ്പോൾ തേങ്ങയില്ലാത്തതും പെരിച്ചായി തുറക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുനിയാവിന്റെ വിഷയങ്ങളല്ലാതെ ആഖിറത്തിൽ ആക്കിബത്ത് ഉസ്താദെ നന്നാകണം. നിക്കർച്ചും ഒരു ഖുശൂ ഇങ്ങോട്ട് കിട്ടണില്ല. ഈ മരണച്ചിന്ത തീരെ വരുന്നില്ല. എന്തോന്നറിയില്ല, മനുഷ്യന്മാരോട് കണ്ണുകടി ഇങ്ങനെ മനസ്സ് വെറുതെ വരിക. ഇങ്ങനെയൊക്കെ എത്ര ആൾക്കാർ നിങ്ങളെ പറ്റിയല്ലോ കേട്ടോ. ഞാൻ ചില വിഷയത്തിലൊക്കെ ചിലപ്പോൾ കുറ്റം പറയും. അത് നിങ്ങളെ പറ്റി കുറ്റം പറയാൻ നിങ്ങൾ വിചാരിച്ചത്. ഞാൻ കുറ്റം പറയില്ല പരമാവധി. ഇനി ഞാൻ പറയണ കുറ്റമായി തോന്നിയാൽ അതിന്റെ കുറ്റമല്ല, നല്ല ഇങ്ങനെ വിഷയമാണ് പറയാം. അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയാൽ ഇവിടെ 30 കൊല്ലമായി ജീവിക്കാൻ പരിപാടി നടക്കുക. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാകും എന്തായിരുന്നാൽ. പക്ഷെ പുറത്തെടുത്തു നോക്കിയാൽ ദ്വാരക്കാൻ കിട്ടിയ ലിസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ മുഴുവനും ഭൗതികമായ കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മൾ ബേജാറാകേണ്ടതോ ആഖിറത്തിലെ വിഷയത്തിനെ കുറിച്ചാണ്. കാരണം ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മളെ സംരക്ഷിക്കാൻ ആളുകൾ വരും. മകൻ നോക്കിയില്ല, നാട്ടുകാർ നോക്കിയെന്ന് വരും. പൈസ ഇവിടുന്ന് കിട്ടിയില്ല, ഭാരതത്തുനിന്ന് കിട്ടിയെന്ന് വരും. ഇനി ആരുമില്ലാതെ ബസ് സ്റ്റോപ്പിൽ കടന്നാലോ സാന്ത്വനത്തിന്റെ കുട്ടികളെങ്കിലും ആശുപത്രിയിൽ എത്തിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ ആളുകളുണ്ടാകും. അതേ സമയത്ത് ദുനിയാവ് വിട്ട് ഖബറിലേക്ക് അങ്ങ് ചെന്നാലോ അവിടെയാണ് വിഷയം. എത്രത്തോളം അറിയും നിങ്ങൾ? നമ്മളിപ്പോ ഒരു ബാപ്പാനെ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ കുട്ടിയൊക്കെ എന്നോട് ഭയങ്കര സ്നേഹ, അതുകൊണ്ട് ഞാൻ മരിച്ചാ പഠിച്ചോനെ കുട്ടികളെ കണ്ണീര് ആലോചിച്ചിട്ടാണ്. ഇനിയാളിപ്പോ നമ്മക്കൊക്കെ ബേജാറ്, നമ്മുടെ കാര്യത്തിൽ ബേജാറൊന്നുമില്ല. നമുക്കപ്പോ കുട്ടികളെ കാര്യം എന്താകുന്ന വലിയ ബേജാറ്. എന്നിട്ട് മരിച്ചാലോ എന്റെ കുടിക്കാറ്റുണ്ടാവുന്ന ബേജാറ് എന്താ ഉണ്ടാവുക? അപ്പൊ ഞാൻ മരിച്ചു കൂട്ടിക്കോളിങ്ങൾ അല്ല, നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ.
പടച്ചോനെ എന്റെ പെണ്ണുങ്ങൾ ഭയങ്കര കരച്ചില്, നിങ്ങള് പറയാട്ടോ ഒരു ഭയങ്കര സ്നേഹം കിട്ടോ, ഭയങ്കര ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടില്ലേ, നിങ്ങളൊന്ന് അടുത്തുനിന്ന് ശ്രദ്ധിച്ചോക്കോ, ഓളെന്താ പറയണേന്ന്. എന്താ പറയാ, ഇനി പടച്ചോനെ ചാരാ റബ്ബേ, ഇഞ്ഞിന്റെ കുട്ടികളാരാ നോക്ക റബ്ബേ, ഇനിച്ച് മരുന്നാരാ വാങ്ങിത്തരാ, ഒക്കെ ഓള കാര്യമായി. അരച്ചിങ്ങള് പടച്ചോനെ എന്റെ പുതിയാപ്പളിന്റെ കബർത്ത് ആരെന്താ റബ്ബേ, ആ കബർക്ക് വല്ല ഉണ്ടോ റബ്ബേ, അയാൾ വേദം പറഞ്ഞാൽ ഇബാദത്ത് വല്ലതും ഉണ്ടോ റബ്ബേ, വല്ലതും ചോദിക്കും. ഇങ്ങനെ ഏതോ പെണ്ണ് കരിയോ അരച്ചോളിങ്ങള്. നിങ്ങള് മരിച്ച പുതിയാപ്പിളാര് പെണ്ണുങ്ങൾ മരിച്ച കരയാൻ സാധ്യത കുറവാണ്. എന്നാലും ഇവിടെ മൊത്തത്തില് കരയുമ്പോഴും തിരിച്ചാല് ചോദിക്കോളുങ്ങള്. ബാപ്പ മരിച്ചു മകൻ നല്ലോണം കരിയാ, ഇങ്ങനെ കരിയണത് ബാപ്പയുടെ കാലത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ കച്ചവടം ഞാൻ അറിയണം, പെങ്ങന്മാരെ കല്യാണം അറിയണം, പെരിന്റെ പണി അറിയണം, ബാപ്പാനെ കടു അറിയണം. അല്ലേ ഇങ്ങനെയല്ലാതെ എന്റെ ബാപ്പ സുബൈകളാക്കിയ ബാപ്പയാണ്, ബാപ്പാന്റെ ഖബറിന്റെ അവസ്ഥ എന്താണാവോ അല്ലോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ബാപ്പാനെ മറവ് ചെയ്തു വന്ന അന്ന്, പുതിയാപ്പള മറവ് ചെയ്ത് വന്ന അന്ന് മകൻ ശരിക്കുറങ്ങുമോ, ഭാര്യ ഉറങ്ങുമോ? ഇന്ന് പകൽ മറവ് ചെയ്തു എന്ന് വെച്ചോ, രാത്രി കിടക്കോ ഞാൻ ചിന്തിക്കുകയാണ് റബ്ബേ, ഇന്നലെ ഈ കട്ടിലയിൽ കിടന്ന എന്റെ ഉപ്പ ഇന്ന് പള്ളിക്കാട്ടിലാണ്, ഇന്നലെ എന്റെ കൂടെ കിടന്ന എന്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് പള്ളിക്കാട്ടിലാണ്. ഇപ്പോൾ മലായിക്കത്ത് ചോദ്യം ചെയ്യുന്നുണ്ടാകുമോ, ഉപ്പാക്ക് മറുപടി കിട്ടുന്നുണ്ടാകുമോ, എന്റെ ഭർത്താവ് മറുപടി പറയുന്നുണ്ടാകുമോ? സ്വർഗത്തിന്റെ കവാടം തുറന്നുവോ, നരകത്തിന്റെ കവാടം കൊടുത്തുവോ? നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവച്ചിട്ട് നമ്മളെ മലത്തുപതിരിയൊക്കെ ഉണ്ടല്ലോ, അള്ളാൻ ജന്മ കയ്യേക്കര് എന്നമാര് വെച്ച് ഒന്ന് ആലോചിച്ചു കാണി. ഇങ്ങനെ മരിച്ചുപോയ ആൾക്കാരെ വിഷയത്തിൽ ബേജാറാകുന്ന എത്ര ആള്. സുന്നികളെ പറ്റിയാൻ പോലെ അല്ലാത്തത് എടുക്കാൻ തന്നെയല്ല, അത് മരിച്ചോടുകൂടെ വലിച്ചിട്ട സിഗരറ്റിന്റെ അപ്പുറം. മരിച്ചിട്ട സിഗരറ്റ് കുറച്ചേരെങ്കിലൊക്കെ ഇങ്ങനെ പോകെ അങ്ങനെ ഉണ്ടല്ലോ. ഇത് മുജാഹിദ് ജമാഅത്തിലൊക്കെ വാപ്പാർ ജീവൻ പോയാലോ ആണ് കൊണ്ടയിട്ടേ കണക്കാ, പിന്നെ തിരിഞ്ഞു നോക്കിയാൽ ശിർക്കാവും. അങ്ങനെയുണ്ട്, അങ്ങോട്ട് നോക്കാൻ പോലും പാടില്ലാണല്ലോ ഓർത്തോളം ആള്. ഈ കോലത്തില് ഈ മരിച്ചുപോയ ആളുകളോട് സ്നേഹം എങ്ങനെ? അപ്പൊ ആലോചിക്കേണ്ടത് സത്യത്തിൽ എന്താ, ദുനിയാവിലെ വിഷയത്തിൽ ടെൻഷനാകേണ്ടതല്ല, അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഉമ്മമാരെ ടെൻഷനാകേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഗത കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ ഫനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇ. മരണപ്പെട്ടതോടുകൂടെ എല്ലാം ക്ലോസ് ആയി പോയി. ഇനി ഒരു ജീവിതം ഇല്ല, ഇനി ഒരു ചോദ്യം ഇല്ല, ഇനി ഒരു ക്ലേശം ഇല്ല. അങ്ങനെ ആയിരുന്നു അവസ്ഥ എങ്കിൽ മരണം ഒരു റാഗത്താകുമായിരുന്നു. മരിക്കുന്നതോടെ മയ്യിത്തിനും നമുക്കും സന്തോഷിക്കാമായിരുന്നു. അതേസമയം വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ ഫനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇ. മരണം എന്നത് നാശമല്ല, നഷ്ടമല്ല, അത് മറ്റൊന്നിന്റെ തുടക്കമാണ്. എങ്കിൽ ഖബറിലേക്ക് വെച്ച് എല്ലാവരും തിരിച്ചു പോരുന്നതോടുകൂടെ പിന്നെ ക്വസ്റ്റ്യൻ തുടങ്ങിപ്പോയി, പിന്നെ പീഡനം തുടങ്ങിപ്പോയി. അനന്ത വിശാലമായ ജീവിതമാണ്, അതിനറ്റമില്ല. ഇനി ആലോചിച്ച് നോക്കുങ്ങൾ, അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അവിടെ രണ്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒന്ന്, ഒരുപാട് നന്മകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ ചെയ്തിട്ട് അള്ളാ പറഞ്ഞതൊക്കെ കേട്ട് ഉമ്മാനിപ്പാനി പൊരുത്തം കിട്ടി, ഉസ്താദ്മാര് ഗുരുത്തും കിട്ടി. അള്ളാഹ് കൂട്ടി നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ഓന് മരണം ഒരു ആഘോഷം, സന്തോഷാണ്. മരണം കേട്ട് വരുന്നുണ്ടെന്ന് കേട്ട അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പോകല്ലേ, റെഡി, അങ്ങനെ സന്തോഷം ഇല്ല. തിരിച്ചാണെങ്കിലോ അത് കേൾക്കുമ്പോത്തിന് വെറുപ്പാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് കേൾക്കുമ്പോ നമുക്ക് വെറുപ്പുണ്ടോ അല്ല സന്തോഷമുണ്ടോ? ആലോചിച്ചു കാണികള്. ബഹുമാനപ്പെട്ട സൂഫി വര്യനായ അബൂ ഹാസിം റളിയല്ലാഹു തആല
മഹാന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റളിയല്ലാഹു തആല അൻഹു ശറഹ് ശുദൂർ മുഖദ്ദിമയിൽ പറഞ്ഞ സംഭവമാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ചോദിച്ചു, ഇന്ന പിന്നെ മാലനാ നക്റഹുൽ മൗത്ത്. ഇപ്പൊ ഞാൻ തന്നെ വേൾന്ന് പറയുമ്പം മൂല്യർ തുടക്കത്തിന്റെ മരണം കൊണ്ടാ എങ്ങനെ അങ്ങനെ ഒരു മരണത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് നമുക്കൊരു ബേജാറല്ല, ഒരു വെറുപ്പ്, വേറെന്തെങ്കിലുമൊക്കെ കേട്ട തിരക്കടില്ല. അതേ സമയത്ത് അത് ഇതുപോലെ വേണ്ട നിങ്ങള് മകൻ ഗൾഫിൽ നിന്ന് ബെരിയാന്ന് കേൾക്കുമ്പോൾ നമുക്കിട്ടാണ് മാനസികാവസ്ഥ എന്താ നല്ലതൊക്കെയാണെങ്കിൽ അങ്ങനെയുണ്ടല്ലോ. മകൻ ഗൾഫിൽ നിന്ന് ബെരിയാന്ന് കേൾക്കുമ്പോ അതെന്തായിരുന്നാലും 2 കൊല്ലം വിട്ടുന്ന മകൻ വരുമ്പോ നേരത്തെ പറഞ്ഞ പെട്ടി പൊളിച്ചുമ്പോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ കൂര അങ്ങനെയാണല്ലോ. അപ്പൊ ഒരു സന്തോഷം. ഇതുപോലെ അസ്രായേൽ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ വല്ലാതെ ഉണ്ടാവും ഇപ്പൊ സന്തോഷം. അങ്ങനെ വേണമെന്നാ നിങ്ങള്. കാരണോ വലുത് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചുണ്ടാകും. മഹാനോട് വന്ന് ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്തു പറ്റിപ്പോയത് ഞങ്ങൾക്കറിയൂല. മരണം കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് വല്ലാത്ത വെറുപ്പാണ്. അതിന്റെ കാരണം എന്താണ് മഹാനരേ? ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു തആല അൻഹു വന്ന സൂഫിയോട് മരണത്തെ കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണം മഹാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. ഈ അസുഖം എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചികിത്സ എന്താണ്? ആ ഒരു പോയിന്റിലാണ് ബഹുമാനപ്പെട്ട ഓസുല്ലാദവൻ അനുസ്മരിക്കുന്നതിന്റെ പ്രത്യേകതയിലേക്ക് നാം കടന്നു വരുന്നത്. മഹാൻ തിരിച്ചു പറയുന്നു, ഫഖാലാ ഇന്നക്കും അമർത്തും ദുനിയാക്കും വഖറബതും മുഖറാക്കും ഫഅൻതും തകറൂന അൻ-നുഖലത മിനൽ ഇമാരി ഇലൽ ഖറാബ്. വളരെ കറക്റ്റായി അറുത്തു മുറിച്ച വാക്കുകളാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം. എന്റെ ചെറുപ്പക്കാരൻ മനസ്സിരുത്തി ഒന്ന് കേൾക്കണം. എന്തുകൊണ്ടാ മരണത്തെ വെറുക്കുന്നത്? പേടിക്കുന്നതല്ല. എന്തേ മരണത്തെ വെറുക്കാൻ ഒരു കാരണം? ഇന്നക്കും അമർത്തും ദുനിയാക്കും, നിങ്ങൾ നിങ്ങളെ ദുനിയാവിനെ നന്നായി ട്രീറ്റ് ചെയ്യുന്നു, മെയിൻ്റനൻസ് നടത്തുന്നു, ദുനിയാവിനെ നന്നാക്കി മെനുക്കി തുടച്ച് കൊണ്ട് നടക്കുന്നു. വഖറബതും മുഖറാക്കും, പരലോകത്തെ നിങ്ങൾ ഒന്ന് നാശമാക്കി കളയുന്നു. വീട് പെയിന്റ് അടിച്ച് നന്നാക്കുന്നുണ്ടോ? ആ വീടെടുക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ പലതും അന്വേഷിക്കുന്നുണ്ടോ? അവിടെ വെള്ളം ഉണ്ടോ, വഴിയുണ്ടോ, കരണ്ടുണ്ടോ, റേഞ്ച് ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നുണ്ട്. ആ വീടിന്റെ തൊട്ടടുത്ത് പള്ളിയുണ്ടോ, മദ്രസയുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ? ആ വീടിനടുത്ത് നല്ല സഹായിക്കാൻ പറ്റുന്ന അയൽപക്കക്കാരുണ്ടോ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്റെ കുട്ടികൾ നാശമാകുന്ന മുജാഹിദോ ജമാഅത്തോ ബിദ്അത്തുകാരോ ഉണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ടോ? ഉദാഹരണം ഞാൻ പറയുന്നതാ. ഇതുപോലെ വീടടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ ആഴത്തിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സ്വർഗത്തിൽ കിട്ടേണ്ട വീടോ, ആ വീട് ലഭിക്കണമെങ്കിൽ വിശ്വാസം ഉറപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നില്ല. ശരീരത്തിൽ ഒരു ചെളി വന്നാൽ, കുപ്പായത്തിൽ കറ വീണാൽ അത് വൃത്തിയാക്കുന്നത് വരെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. കൽബിൽ ഒരു കറ വീണാലോ, ഹസദെന്ന് തോന്നിയാലോ, കിബറൽപ്പം വന്നാലോ, ബിദ്അത്തൽപ്പം കുടുങ്ങിയാലോ ചികിത്സ തേടി നാം എവിടെയും പോകുന്നില്ല. കൈക്ക് ചെറിയ മുറിവ് പറ്റിയാൽ നമ്മൾ ബേജാറാകുന്നുണ്ട്. അതേസമയം വിശ്വാസത്തിൽ കോട്ടം തട്ടിയാൽ ബേജാറ് വരുന്നില്ല. അതേ അന്തും നിന്നക്കും അമർത്തും ദുനിയാക്കും വഖറബതും വഖുറാക്കും, നിങ്ങൾ ദുനിയാവിനെ നന്നായി ട്രീറ്റ് ചെയ്യുന്നു, ആഖിറത്തിനെ പരിഗണിക്കുന്നില്ല. 8ാം ക്ലാസ് വരെ നന്നായി മദ്രസയിൽ പഠിച്ച കുട്ടിയാണ്, നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഉസ്താദുമാർ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതാ ഹൈസ്കൂളിലേക്ക് അങ്ങോട്ട് കടന്നു, അല്ലെങ്കിൽ എസ്എൽസിയിലേക്ക് അങ്ങോട്ട് കടന്നു. മാഷന്മാരും ടീച്ചർമാരും മോട്ടിവേഷൻ കൊടുത്തു. ഇനി മദ്രസയിലേക്ക് മകൻ വരുന്നില്ല, മദ്രസയിലേക്ക് മകൾ വരുന്നില്ല.
എന്തേ ഉസ്താദേ ഈ കൊല്ലം SSLC ആണ്, അതൊരു ഹോംവർക്ക് കുറെ ചെയ്യാനുണ്ട്, മോർണിംഗ് ക്ലാസ് വേറെ വരുന്നുണ്ട്, ഈവനിങ് ക്ലാസ് വേറെ വരുന്നുണ്ട്, ഹാർഡ് വർക്ക് വേറെ വരുന്നുണ്ട്, കൂട്ടത്തിൽ ബാഡ് വർക്ക് വേറെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ കൂടിയിട്ട് തൽക്കാലം മദ്രസയില്ല, 4 ശേഷമെങ്കിലും ഒരു ദർസിൽ വന്നിട്ട് ആ പള്ളിയിൽ വന്നിട്ട് കിതാബ് ഓതിയിരുന്നു, അതും നടക്കുന്നില്ല. അമർത്തും ദുനിയാക്കും. അതേ, സ്കൂളിലെ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എത്രയാ? 1ാം ക്ലാസ്സിൽ തുടങ്ങിയ സ്കൂളാ, 12ാം ക്ലാസ് വരെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. സ്കൂൾ ഹാജർ പട്ടിക 1ാം ക്ലാസ്സിൽ ചേർത്ത കുട്ടികൾ എത്രയാ? 40. 12ാം ക്ലാസ് +2 കുട്ടികൾ എത്രയാ എത്തിയത്? 40. ഇടയിൽ തോറ്റിട്ട് പോയെങ്കിലല്ലാതെ ഒരൊറ്റ കുട്ടിയും കൊഴിഞ്ഞു പോകുന്നില്ല. മദ്രസയിൽ 1ാം ക്ലാസ്സിലത്തെ രജിസ്ട്രേഷനിൽ എത്രയാ പേരുള്ളതോ? 26 കുട്ടികൾ. 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അത് 16 കുട്ടികൾ. 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അത് 0 കുട്ടികൾ. എവിടെ? മരിച്ചുപോയോ കുട്ടികൾ, നാട് വിട്ടുപോയോ കുട്ടികൾ. എല്ലാ സ്കൂളിൽ മുടങ്ങാതെ പോകുന്നുണ്ട്. അതേ സമയത്ത് മദ്രസയ്ക്കോട് താല്പര്യം കുറയുന്നുണ്ട്. സ്കൂളിലെ പുസ്തകത്തിന് 1000ങ്ങൾ മുടക്കുന്നുണ്ട്. മദ്രസയിലെ പുസ്തകത്തിന് ഒരു 50 രൂപ വില കൂടിയാൽ ഭയങ്കര കണ്ടുരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിന് വേണ്ടി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി മാസത്തിൽ സംഖ്യ മുടക്കുന്നുണ്ട്. മദ്രസയിലെ വരിസംഖ്യ ഒരു 10 രൂപ കൂട്ടിയാൽ ഇനി തൽക്കാലം കുട്ടിനെ പറഞ്ഞേക്കിടില്ല, നമ്മൾ വാശി പിടിക്കുന്നുണ്ട്. അതേ, അന്തും ഇന്നക്കും അമർത്തും ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവ് മട്ടം പോലെ നിങ്ങൾ നോക്കുന്നുണ്ട്. വഖറബത്തും ഉഖറാക്കും, ആഖിറത്തിനെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നു, അതിനെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു. فأنتم تكرهون النقلة من العمار في الخراب, നിങ്ങൾ ശരിക്കും ബദ്ധശ്രദ്ധയായി ഉണ്ടാക്കിയ സുന്ദരമായ ദുനിയാവിൽ നിന്ന് ആഖിറമാകുന്ന വീട്ടിലേക്ക് പോകുന്നതോ നിങ്ങൾ സ്വാഭാവികമായും വെറുക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളൊന്നും മരിക്കണ സമയം പോലും അല്ലാഹ് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. മരിക്കണ ഡേറ്റ് അറിഞ്ഞാലേ തുറന്ന മാഷിദ് അല്ലാഹ് പറഞ്ഞു, ലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് വമാദാ തക്സിബു ഗദാ. ഏത് ഭൂമിയിൽ വെച്ചാ നിങ്ങൾ മരിക്കുക എന്നോ നാളെ എന്താ നിങ്ങൾ ചെയ്യുക എന്നോ നിങ്ങൾക്കൊരാൾക്കും അറിഞ്ഞുകൂടാ. ഇത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു. എന്നാ അങ്ങനെ അറിഞ്ഞ ആൾക്കാരില്ലേ? എത്രയോ മഹാന്മാർ മരിക്കുന്ന ഡേറ്റും സ്പോട്ടും അറിഞ്ഞിട്ടില്ലേ? വിഷയങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോ, ആ കൈറോവിൽ നിന്ന് വൈകുന്നേരം 5:30 മണിക്ക് ബസ്സിൽ കയറിയിട്ട് സുബഹി നിസ്കരിക്കാനും ഇശാ നിസ്കാരത്തിനും മാത്രം നിർത്തി പിന്നെയും ബസ് ഓടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 9:30 വരെ ചെങ്കടലിന്റെ തീരത്തുകൂടെ വൺ വേ റോഡിലൂടെ വാഹനം ഓടി. അത്രയും മണിക്കൂറുകൾ ഓടിയിട്ട് എത്തുന്ന ഒരു മക്ബറയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു തആല അൻഹു മക്ബറയാണത്. ആ മക്ബറയിലേക്ക് ചെന്നപ്പോ അവിടെ യഥാ മഹാനവരുടെ ഫോട്ടോ പതിച്ചിരിക്കുന്ന ഒരു കിതാബ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ മക്ബറ പരിപാലിക്കുന്ന സുഡാനിയോട് ഞാൻ പതുക്കെ ചോദിച്ചു, ഇതെന്താണ് ഈ കിതാബ് എന്ന്. അപ്പൊ ആ കിതാബിൽ പേരെഴുതി വെച്ചിരിക്കുന്നു, വഫിൽ ഹുമൈസിറതി സൗഫ തറാ, വഫിൽ ഹുമൈസിറതി സൗഫ തറാ. ഇതാണ് ആ കിതാബിന്റെ പേര്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഹുമൈസറയിലെത്തിയാൽ നിനക്ക് അറിയാം. അപ്പൊ ഹുമൈസറ എന്ന സ്ഥലത്തിന്റെ പേരാ. ഞാൻ ആ ആളോട് ചോദിച്ചു, ഇതെന്താ കിതാബ് ഇങ്ങനെ? അയാൾ പറഞ്ഞു, ഞാൻ ആലിമല്ല, ഞാൻ ഇവിടുത്തെ ഒരു ഖാദിമാണ്. $5 നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കിതാബ് നിങ്ങൾക്ക് തരാം. ഞാൻ $5 കൊടുത്തു. ആ കിതാബ് ഞാൻ വാങ്ങി. ഇത്രയും നീണ്ട യാത്ര ആയതുകൊണ്ട് കൈറോവിലെത്തിയപ്പോഴേക്ക് ഞാനത് നോക്കി തീർത്തു റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. അപ്പോഴാണ് എനിക്കതിന്റെ പൊരുള് ബോധ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ ഖാദിമും കൂടെയുണ്ട്. കൈറോവിൽ നിന്നാണ് യാത്ര. ഖാദിം ചോദിച്ചു, ശൈഖേ
നാളെ നാം യാത്ര പുറപ്പെടുകയാണല്ലോ. നടന്നാണ് പോകുന്നത്. മാസങ്ങളോളം അധ്വാനിച്ചെങ്കിലേ നടന്നേ ദൂരത്തെത്താൻ കഴിയൂ. ആ യാത്രക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യണമെന്നാ ചോദ്യം. ഇപ്പോൾ പ്രശ്നങ്ങളുള്ള ബഷാർ അസദ് ഭരിക്കുന്ന സിറിയ, ആ സിറിയ കടന്നു വേണം സൗദി അറേബ്യയിലേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ ഖാദിം ചോദിച്ചപ്പോ ബഹുമാൻ അബുൽ ഹസൻ ഷാദി തങ്ങൾ പറയുന്നു, എന്താപം കരുതേണ്ടത്, ഒരു കൈക്കോട്ട് കൂടെ കരുതിക്കോ. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോകുമ്പോ എന്താ കരുതേണ്ടതെന്ന് വെച്ചോ, കൈക്കോട്ട് കരുതിക്കോ. ഒരു വെള്ളക്കുപ്പി കരുതാൻ പറയാൻ തിരക്കേടില്ല. കട്ടറും കത്തിരി എടുത്തു പറഞ്ഞാൽ പിന്നെയും തിരക്കേടില്ല. ഒരു പിച്ചാത്തിയാണെങ്കിലും ബൈക്കൊന്നും അല്ല, പഴം കിട്ടിയാൽ മുറിച്ചാണെങ്കിലും കരുതാം. ഈ കോടാലും കൈക്കോട്ടൊക്കെ എത്ര ഹജ്ജിന് പോകുമ്പോ കരുതണം. ആലോചിക്കാണ്. ഇത് ഔലിയാക്കന്മാരുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നാൽ രസകരമായ അങ്ങനത്തെ ചില പ്രയോഗങ്ങളൊക്കെ കാണും. ആ പ്രയോഗം കണ്ട് അന്തം വിട്ടിട്ട് അതങ്ങനെ തന്നെ ചില ആൾക്കാർ അർത്ഥം വെക്കും. എന്നിട്ട് ഓനാണ് ഈ പേപ്പിക്കണത്. അങ്ങനെ ഉണ്ടല്ലോ, മാരിയും മറ്റൊക്കെ ഇങ്ങനെ പാടിക്കാണ്ട് ഇങ്ങനെ അത് ശിർക്കാണ്, ഇത് കിർക്കാണ്, മറ്റേ വട്ടാണെന്നൊക്കെ പറയണത് ഇത് അറിയാത്തത് കൊണ്ടാണ്. ഔലിയാക്കന്മാർക്ക് ചില ഇസ്തിലാഹുകളുണ്ട്. ആ ഇസ്തിലാഹിന്റെ കൂട്ടത്തിൽ മുമ്പ് ഒരു ഔലിയത് വരുന്ന അങ്ങനെയല്ലേ, മമ്പാടതിൽ നിന്നും കുടിയിരുപ്പാനായി നെടിയിരുപ്പിലേക്ക് പോകുന്ന സമയം കുമ്പാ നിറയെ പത്തിരിയും ചാറ കൂട്ടി ഭുജിക്കാൻ ഉദകിയാ ജബ്ബാറാ. ഒരു വരിന്റെ ദുആ. മമ്പാട്ടിൽ നിന്ന് കുടിയിരിക്കാൻ വേണ്ടി നെടിയിരിപ്പിക്ക് പോകുമ്പം പള്ള നിറച്ച് പത്തിരിയും ചാറും നിന്നാ തോഫീക്ക് തന്നെ റബ്ബേ. നല്ല ഔലിയാണ്. ഒരു ഔലിന്റെ ദ്വാരപ്പതേ പത്തിരിയും ചാറും കിട്ടാൻ. ഇയാളിങ്ങനെ എപ്പോഴും ദ്വാരക്കണ കണ്ടപ്പോ ഒരു ആജിയാർക്കൊരു വിഷമം. അങ്ങനെ ഔലിയപ്പാപ്പാക്ക് ഒരു പൂതുണ്ടെങ്കിൽ ഇറച്ചും പത്തിയും തിന്നോട്ടേ വെച്ചു. അങ്ങനെ ഉണ്ടാവില്ല. നമ്മളിപ്പോ പള്ളിക്കും ഇമാമത്തേക്കുന്ന ആൾക്കാരും മതസുസ്താമാരൊക്കെ വെറുതെ ചിലപ്പോൾ രാജ്യന്മാരോട് ഇങ്ങനെ ഈ കല്ലുമ്മക്കായ തിന്ന മഹത്തമാർ, കല്ലുമ്മക്കായ അപുസ്ത നിങ്ങൾ തീർ തിന്നിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല ആജിയാരെ. അന്ന് പോകും ആജിയാര് തിരുപ്പതിലാണെങ്കിൽ കൊണ്ടുപോട്ടേക്കും. ഉസ്താദ് കുറച്ച് കല്ലുമ്മക്കായി കൊടുക്കണം നല്ലൽക്കാണെങ്കിൽ. അതായത് എല്ലാം കല്ലുമ്മക്കായി ഇപ്പൊ ഇപ്പൊ പാർമക്കായി വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടുന്ന്. അങ്ങനത്തെ ഇവിടെ ഉസ്താദന്മാരെ ബഹുമാനിക്കണേ ആദരിക്കുന്ന ആൾക്കാരാണ്. 30ഓളം കൊല്ലപ്പം നേർച്ച നടത്തിയതും ജീലാനി ഉസ്താദിന്റെ നേതൃത്വം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അല്ല ഇനിയും അങ്ങനെ തന്നെ ഒരുപാട് കാലം നിലനിർത്തി തരുമാറാവട്ടെ. അത് നിങ്ങളുടെ നാട്ടിന്റെ വലിയൊരു അനുഗ്രഹം. ഏത് ഇളകാത്തൊരു നേതൃത്വം. അതിങ്ങനെ കൊല്ലങ്ങളോളം പോരാന്ന് പറഞ്ഞാൽ ഇളകണ പാറമ പുല്ല് ഇളക്കൂല. അങ്ങനെ അപ്പൊ ഇളകാതെ ഇങ്ങനെ നിൽക്കണം. ആ ഒരു നേതൃത്വത്തിന് ഇങ്ങനെ അംഗീകരിച്ചപ്പോ നമ്മളൊക്കെ തന്നെ ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. വയസ്സ് 50 കഴിഞ്ഞില്ലേ, പിന്നെ വയസ്സാകുമ്പോ മുമ്പ് ഓടിയതുപോലെ പോടാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ പുസ്തകമൊക്കെ വയസ്സാക്കുമ്പോ അറഫീലും മിനാലൊക്കെ ചെയ്യുന്ന സമയത്ത് വീൽ ചെയർ കൊണ്ട് സക്കാഫിയൊക്കെ ഒപ്പം നടന്ന് വേണ്ടാന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞൊല്ലൊക്കെ വീൽ ചെയർ വിൽക്കേണ്ടി വന്നില്ലേ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അത് ചിലപ്പോ പറയും മുമ്പത്തെ ഹിമ്മത്തൊന്നും ഇപ്പൊ കിട്ടണില്ല, മുമ്പത്തെ ഓർമ്മശക്തി ഇപ്പോഴും വരുന്നില്ല. അള്ളാഹു എല്ലാം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ആഫിയത്താണ് ഈ സമുദായത്തിന്റെ ആഫിയത്ത്. അപ്പൊ അൽഹംദുലില്ലാ നമ്മളെ ജീലാനി ഉസ്താദ് അവറുകൾ 2-3 പതിറ്റാണ്ടുകാർ നേതൃത്വം കൊടുത്ത് നിൽക്കുമ്പം വലല്ലാലീൻ പേരോട് ഓതുമ്പോ നമ്മൾ ആമീനാണ് കൂടിക്കൊടുത്താൽ എന്തൊരു മട്ടാണ്ടാകുക നിങ്ങൾ. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മമ്പാടതിൽ നിന്ന് കുടിയിരിപ്പാനായി നെടിയിരിപ്പിലേക്ക് പോകുന്ന സമയം കുംഭ നിറയെ പത്തിരിയും ചാറ കൂട്ടി പൂജിക്കാൻ ജബ്ബാറാ. ഇത് വേണ്ടപ്പോ ആചാര്യ മൂല്യാരെ സ്നേഹിക്കുന്ന ആചാര്യൻ പള്ളർച്ച അച്ചുമ്പത്തിന് കൊടുത്തുക. ഇത് നല്ലോണം തിന്ന് അങ്ങനെ ചില ഹലാലാന്ന് ഉറപ്പുള്ള ചില ആജ്യന്മാരെത്തുന്നത് കിട്ടുമ്പോൾ നമ്മൾ തന്നെ നല്ലോണം തിന്നും. ചിലത് പിന്നെ എങ്ങനെയപ്പോ എല്ലാവരും മഹല് പെട്ടോലൊക്കെ ചെലവെടുക്കണം മൂല്യന്മാർക്ക്. അങ്ങനെ ചെലവെടുക്കുന്നവരുണ്ടാവും. ആ ചെലവിൻ്റെ അന്ന് തെൽക്കാലൊക്കെ കണ്ടി അപ്പാത്തി നിന്ന് കണ്ട് ഒപ്പിച്ച് കണ്ട് അങ്ങ് വെള്ളം പാർന്ന് കണ്ട് ബാക്കി കണ്ട് കൊടുത്തയച്ചാൽ അങ്ങനെയല്ല. എന്നാൽ ഒരു നേരെ മറിച്ച് ഇന്ന് ഉസ്താദ്മാർ ചിലവ് എന്താ ഉസ്താദ് ഉണ്ടാക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല. അത് എന്നാലും എന്നാ ബ്രോസ്റ്റ് ഉണ്ടാക്കല്ലേ, അതങ്ങനെയൊന്നും കുഴപ്പമുള്ളതൊന്നും വേണ്ടേ. നാടൻ മട്ട ഒന്നര മൂല്യം നിങ്ങൾ പറയല്ലേ. ഈ ഉസ്താദ്മാർക്ക് ചെലവുണ്ടാവുമ്പോഴേ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലോന്ന് പെരിന്ന് കിട്ടുള്ളൂ. ഉണ്ടല്ലോ പെരക്കാരൊക്കെ പാടാന്ന് ഉസ്താദ്മാർ ചെലവാറിന് കാണുന്നത് അങ്ങനെ മുടക്കല്ലേ. അൽഹംദുലില്ലാ നല്ല ചെലവാ. കാരണം ഓർക്കും കൂടി റാഹത്തുള്ളതാണ്. അങ്ങനെയുള്ള നല്ലത് കിട്ടുമ്പോൾ റാഹത്തായിട്ട് കഴിക്കും. അപ്പൊ ഇവിടെ ചുരുക്കി പറയട്ടെ, ഇദ്ദേഹം നല്ലോണം തിന്നു.
അപ്പൊ ആചാര്യൻ തന്നെ മനസ്സിലാക്കി ഇഞ്ഞെങ്കിലും മൂപ്പര ആ ദ്വാ നിർത്തിക്കോട്ടെ, വേറെ ദ്വാരന്നോട്ടെ. മൂപ്പരകത്ത് പിന്നെയും ദ്വാരുന്നു. മമ്പാടതിൽ നിന്ന് കൂടിയിരിപ്പാൻ അഞ്ഞടിപ്പിലേക്ക് പോകുന്ന സമയം കുമ്പാ നിറയെ പത്തിരിയും ചാറാ കൂട്ടി ഭുജിക്കാൻ ഉദകയാജ ബാറാ. അതിലാചാര്യക്കണ് ഓരോ സനമൂത്ത്. കാരണം ഇങ്ങനെയൊക്കെ പള്ളർച്ചും പിന്നെ നിറച്ചും കൊടുത്തൊരു പിന്നെയും പോലും എന്തൊരു നീരാപ്പത് അങ്ങനെ ഉണ്ടല്ലോ. ഏത് ജതിൽ പുതിയ. അപ്പൊ ചൂടായപ്പോഴാ പിന്നെ കാര്യം മനസ്സിലായത്, ഈ പത്തിനും ചാറും അല്ല ഔലിപ്പാപ്പ ദ്വാരണ്ട്. നിങ്ങൾ വിചാരിച്ച ഇടവണ്ണന്റെ അപ്പുറത്തുള്ള മമ്പാടും അല്ല, കൊണ്ടോട്ടിപ്പുറത്തെ മുജാഹിദികളെ വാദപ്രദാനം ചെയ്ത് മുട്ടിച്ച നേടിയിരിപ്പുമല്ല. പിന്നെ മമ്പാട് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന്റെ പാടം, ഈ ഭൂമുഖം. ഈ ഭൂമുഖത്ത് നിന്ന് കുടിയിരിപ്പാനായി എന്ന് പറഞ്ഞാൽ മാറി താമസത്തിനായി നെടിയിരിപ്പിലേക്ക്, കാലാകാലത്തിരിപ്പിലേക്ക്. അങ്ങനെയാണ്. അല്ലാതെ നമ്മളോ എന്നാ കോളിന്റെ അപ്പുറത്തുള്ള ഇരിപ്പല്ലാറും ചെയ്യും. അപ്പൊ ആ നെടിയിരിപ്പിലേക്ക് പോകുന്ന സമയം അഥവാ മരിച്ചു പിരിയുമ്പോ കുമ്പാ നിറയെ പത്തിരിയും ചാറാ, പള്ള നിറച്ച് പത്തിരിയും ചാറും. പള്ള നിറച്ച് ആലങ്കാരിക പ്രയോഗമാണ്. കൽബ് നിറയേന്ന് അതിന്റെ അർത്ഥം. അതിപ്പോ ഒരാൾ ചിലപ്പം ബാപ്പ മകന് നല്ലോ ചീത്ത പറഞ്ഞാൽ കിട്ടിയില്ല, പള്ളർച്ച് കേട്ടില്ല. പള്ളർച്ച് കേൾക്കുമ്പോൾ ഇല്ലല്ലല്ല ചെവി നിറച്ചിന്നാ പറയണ്ടേ. ചെവള് പറഞ്ഞ പള്ളർച്ച് കിട്ടിയില്ല എനിക്ക്. അങ്ങനെയാണ്. എത്ര മൂല്യരെ പറഞ്ഞു. ഓ തൊള്ളി തോന്നിയത് പറയണ. തൊള്ളി എങ്ങനെ തോന്നല്? ഇല്ല, തോന്നല് ഹൃദയത്തിലാ. പറച്ച് തൊള്ളി തോന്നിയെന്ന. ഇതാണ് മജാസ് എന്നൊക്കെ ഉസ്താമാർ ഓതി കൊടുക്കുമ്പം പറയണ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയണം. അപ്പൊ എന്നതുപോലെ ആലങ്കാരികമായി പറഞ്ഞു കുംഭ നിറയെ അഥവാ ഹൃദയം നിറയെ പത്തിരിയും ചാറാ. പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള പത്തിരിയല്ല. പഴയ കാലത്ത് കന്നുപൂട്ടലാണ് പാടത്തൊക്കെ. ഇപ്പോഴാണ് ട്രാക്ടറും മെഷീനൊക്കെ വന്ന്. പഴയ സിലബസ് പ്രകാരം കന്ന് മൂലികളെ വെച്ച് പൂട്ടലാ. അപ്പൊ ഇനി ഒരു പൂട്ട് നടക്കൽ ഒരേ രണ്ടെണ്ണം വേണം. കുതിര പൂട്ടാണെങ്കിൽ ഒന്നും മതി. ഈജിപ്തിലൊക്കെ പോയി നോക്കിയാല് കുതിര പൂട്ടിന് കാണും. ഉരുളങ്കിഴങ്ങും തക്കാളിയും അതേപോലെ തന്നെ വെല്ലുള്ളിയൊക്കെ വരാം. അല്ലാ, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് നിങ്ങളെന്ന് വെച്ചേണ്ട ജാതി. ആ ജാതി ഉരുളങ്കിഴങ്ങും ഉള്ളിയൊക്കെയാണ് അവിടെ ഉള്ളത്. അത് ഈ കുതിര കൊണ്ട് പൂട്ടുകയാണ്. നമ്മളിവിടെ കുതിര കഴിച്ചാൽ അവിടെ കുതിര പൂട്ടുകയാണ് കാര്യത്തില്. അപ്പൊ അതൊന്നും മതി. ഇവിടെ അതേ സമയത്ത് കന്ന് പൂട്ടണമെങ്കിൽ രണ്ടെണ്ണം വേണം. ആ രണ്ടെണ്ണത്തിന് ഒരേ എന്നാണ് പറയാ ഒരു ജോഡിക്ക്. അങ്ങനത്തെ 10 ഏരി എന്ന് പറഞ്ഞാൽ 20. ഇതാണ് പറഞ്ഞ്. ഇതിങ്ങനെ ഔലിയാക്കന്മാർക്കൊക്കെ ഉള്ള ഇസ്തിലാഖും ഓരോ പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ചാറാന്ന് പറഞ്ഞതോ പത്തിരിക്കുള്ള ചാറല്ല, 1 2 3 4 ഇതാണ് ചാറ്. അപ്പൊ 4. അപ്പൊ പത്തിരിയും ചാറെന്ന് പറഞ്ഞാൽ 24 നിങ്ങള്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ തൗഹീദിന്റെ കലിമ സത്യസാക്ഷ്യവാക്യം അത് ഖൽബ് നിറഞ്ഞിട്ട് പോകാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ പ്രയോഗങ്ങള് ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട കിതാബുകളിലൊക്കെ കാണും. അതുകൊണ്ട് ഏതൊക്കെ വന്ന് പോയി നോക്കാൻ നിങ്ങൾ. ഉലമാക്കൾ മുഖദ്ദീമോർ മുഫസ്സിരീനവർ ചൊന്ന് ഉരാ തൊട്ട് പല ബണ്ണം ഖിലാഫ് വന്ന് അത് ഇന്നുറഫായ കൗലെടുത്തുരത്തിയിടുന്നേ. ആണോ നിങ്ങൾ? മേന്മായിൽ തൊഫംഫറയുന്നു ഞാനീപ്പോൾ മേന്മാ ഫാറകിയിലോ പലവണ്ണം ഉള്ളോവർ ബിൽ കുത്തുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ബിസ്മിയും ഹംദും സലാത്തും സലാമും മുന്നേ ബിള്ളിലെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അങ്ങനെ അറബി ഇംഗ്ലീഷും ഉറുദും തെലുങ്കും പലതും മിക്സ് ആയിട്ട് ഇങ്ങനെ വരും. മഹദിനത്തെ പാട്ട് വരും. മഹദിലിപ്പോ 20 ഭാഷയിലാ പാട്ട്. 20 ഭാഷയിൽ മഹദിനെ പറ്റി കാലത്തുകളെ പറ്റി പാട്ട്. 20 വാർഷികമായതുകൊണ്ട് സ്പാനിഷ് ഭാഷ അടക്കം. അത് അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു പുരോഗതി. അല്ലാഹു തആല ഖലീൽ തങ്ങൾ പാപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ചൊല്ലുവാൻ സാനത്തിനാല് നൂറുൻ ചാദുർബത്തെ ജബദനിൽ ഫക്കായ മക്ക ദിക്കദില്ലൂദി പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ടെ പൂരിത റമളാനുൽ ജുമറാവിൽ തിട്ടേ. നിങ്ങൾ ഇത് തസവുഫിന്റെ മേഖലയിൽ കഴിഞ്ഞ മഹാന്മാരെ കുറിച്ച് എഴുതുന്ന മാലകളും മൗലൂദുകളും അതുപോലെ തന്നെ ഗദ്യങ്ങളും പദ്യങ്ങളും പാട്ടുകളും
വിവിധങ്ങളായ ഭാഷകളും ഇസ്തിലാഹാത്തുകളും അതിൽ വരും. ഇങ്ങനെ ഈ വലിയ പ്രാർത്ഥന പത്തിരിയും ചാറാന്ന് പറഞ്ഞാൽ കലിമ ഷഹാദത്ത് ഖൽബുറപ്പിച്ചു പോകാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഇതിപ്പോ നമ്മളെ ഒരു നാടൻ മലപ്പുറത്തുള്ള ഔലിന്റെ വാക്കിനെ പറ്റിയപ്പാൽ അതെന്നെ തിരിയാത്ത നമ്മള് അറബിയിലും മറ്റും എഴുതിച്ച് കിതാബ് നോക്കിക്കാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയോട്ടിക്കാണ് ഇറങ്ങാന്നല്ല. നിങ്ങൾ ആലോചിച്ച് കാണി. അതാണ് ഈ ജമാഅത്തും മുജാഹിദിനൊക്കെ പഴച്ചു പോകാൻ തന്നെ കാരണം. അങ്ങനെയാണ് ഓർക്ക് എന്താണ് ഇസ്തിലാഖ് തീരില്ല. മുമ്പ് പിന്നെ വടകരത്തൊരുത്ത മലപ്പുറത്ത് വന്നുകൊണ്ട് കുടുങ്ങിയ മാതിരിയാണ്. നമ്മളെ ഇവിടുന്ന് ജോലി ചെയ്യുന്നത് ഉസ്താദിന്റെ കല്യാണത്തിന് വന്നാണോ. അങ്ങനെ ഓരോ ഭാഗത്തില്ലാത്ത പരിപാടി നമ്മളെ ഭാഗത്ത് ഈ ചക്കറുകാരന് ഇത് ആ ഭാഗത്ത് ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് മലായിക്കത്തെ വരിക. ഒന്ന് മുൻഗണനയ്ക്ക് ചോദ്യം ചോദിക്കാനും വരും, ഇപ്പൊ റഹീബത്ത് ഇത് എഴുതാനും വരും അല്ലേ. നമ്മളെ നാട്ടിലെ ബസ്സിലൊക്കെ രണ്ട് മലായിക്കത്തിന്. അവിടെ ആ ഭാഗത്തോ ഇല്ല. അപ്പൊ ഇവിടെ വന്നിക്കാണ്ട് ബസ് കയറിയത് ഇങ്ങനെ ബേക്ക് കൂടെ കയറാൻ നിൽക്കുമ്പം ആ കേരിയ അടി എന്നാണ് മുമ്പുത്തം വെച്ച് കണുങ്ങട്ട് ക്ലീനർ കേരിയ അടി ഈ ഭാഗം കേരിയതാ അവസ്ഥ അങ്ങനെ പോയി. പിറ്റത്തെ ബസ് വന്നപ്പോ മുമ്പത്തെ ഡോർ ചെന്നപ്പം ബേക്ക് കേരിയ അടിന്ന് ഓനവിടുന്നു തൽക്കാലം തല്ലുണ്ട് കാണും മുലയുടെ കല്യാണത്തിന് ഓനാവൂലാറും. അപ്പൊ എന്താ സംഭവം? നമ്മുടെ നാട്ടു പരിപാടി ആള് കേരിയ ബെല്ലടിക്കുന്ന ഈ പറയണേ കേരി അടി എന്ന് പറഞ്ഞാൽ ഇതറിയാതെ വടകരക്കാൻ തെറ്റിപ്പോയ മാതിരി ഔലിയാക്കന്മാരെ പ്രയോഗം പലതും ഉണ്ടാകും. അത് മാലയിൽ വരും, മൗലൂദിൽ വരും, കിതാബിൽ വരും. ഇരിക്കട്ടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സാദുലി എന്ന് പറയാൻ കാരണം എന്താ പറയുക, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പലജാതി രോഗമുള്ള കാല, ഷുഗറും പ്രമേയും പ്രഷറും ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാർക്കടക്ക പലജാതി രോഗമാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ശൂന്യമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. കുറച്ച് അങ്ങ് അതന്നെയല്ലേ തന്നെ ഇങ്ങനെ ഒക്കെ പലജാതി ഒന്ന് ഒരു ചാറ്റൽ മഴ കൊള്ളുമ്പോൾ തന്നെ ജലദോഷം പിടിച്ചു. പണ്ടത്തെ മനുഷ്യന്മാർക്ക് നിങ്ങൾക്കറിയില്ല, മഴ ഇങ്ങനെ പെയ്യുമ്പോ തന്നെ നിറങ്ങനെ നടുവൂലേ, ആടിനങ്ങനെ പോറ്റൂലേ. എന്നിട്ട് ജലദോഷം വന്നിഞ്ഞോ ഇനി ബന്ധത്തിന് മുളയമ്പ് വെക്കുകയാണ് അല്ലേ, മുളയമ്പ് അതാ പറയും, മുളയമ്പ് തേച്ചാത്ത ജലദോഷം വിട്ട്. ഇപ്പൊ മഴ ഇക്കൂടെ പോയാൽ മതി, ഇവിടെ കുത്തുമ്പോൾ ഭയങ്കരമാണ്. ഇനി ഏതാ സ്പെഷ്യൽ ഡോക്ടറെ കാണണം അങ്ങനെയുള്ള നമ്മളെ തീയതി അങ്ങനെയൊക്കെയാണ്. ഇത് ഈ വിശ്വാസത്തിൽ വന്നുകൊടുപ്പം എല്ലായിടത്തും എന്നല്ല നമ്മൾ തമ്മിൽ തന്നെ ഇപ്പം മാനസികമായിട്ട് ആർക്കപ്പം കൂട്ടിയെ പൂർണ്ണമായിട്ട് വിശ്വാസമുള്ളത്. സ്വന്തം കൂടെ കിടക്കട കുടിക്കാരത്തിനടക്കച്ച് ബേജാറിപ്പം. ഇതിന്റെ അടിയിൽ വാട്സപ്പ് ഒരു തമാശക്കാരൻ വിട്ടുകണം കാര്യങ്ങള്, രാത്രി കടന്നുറങ്ങുകയാണ്, തലയിൽ ഹെൽമെറ്റും വെച്ചുകണ്, കൗത്തിന് ശോതാപ്പൂർ പുതപ്പോണ്ട് ചിറ്റും ചെയ്തേക്കണം, കടന്നുറങ്ങാണ്. നമ്മളിവിടെ റോട്ടുമ്പൊക്കെ ഇറങ്ങുമ്പോ പോലീസിനെ തന്നെ പേടിച്ച് ഹെൽമെറ്റ് വെക്കാത്തോരാ, എന്നിട്ട് കടന്നുറങ്ങുമ്പോ ഹെൽമെറ്റ്. അപ്പൊ എന്താന്ന് ചോദിച്ചു, ഒന്നുമല്ല, നമ്മൾ ഉറങ്ങുമ്പോഴേ കുടിക്കാരത്തി ചിലപ്പം ബാറ് വാതിലോട് നിർത്തിക്കാണ്ടേ ആരെങ്കിലും അത് തലക്ക് തല്ലിട്ടുമ്പം ഒന്നാമത്തെ തല്ലിൽ നീച്ചം വേണ്ടാലോ ചോദിങ്ങള്. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഓമച്ചപ്പോഴുണ്ടായതല്ല ഇപ്പൊ അത്. അപ്പൊ സ്വന്തം കുടിക്കാർ ഇവിടെ അല്ലട്ടെ, ഇവിടെ ഈ നീറ്റിക്കൽ പരിസരത്തൊന്നും അങ്ങനത്തെ പെരക്കാരത്തികളല്ലേ ചോദിച്ചിട്ടില്ല. ഞാൻ എവിടെയും ഭരിക്കാൻ പോയിട്ട് ചോർപ്പാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതേസമയത്ത് പലയിടത്തും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വാസമില്ലാത്ത കാലാണ്. അള്ളാഹു നമുക്ക് നല്ല വിശ്വാസവും പരസ്പര സ്നേഹം ഏറ്റി തരട്ടെ. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സാദുലി റളിയല്ലാഹു തആലയുടെ കഥ ഞാൻ പറയുന്നത് ഈ സംശയം തീർത്തു കൊണ്ടുപോകാനാ. മഹാനവറുകളോട് ചോദിക്കുന്നു, കൈക്കോട്ടോ? അതേ, കൈക്കോട്ട് തിരുവായ്ക്കെതിർവായി ഇല്ല. കാര്യമായ ആളുകൾ വല്ലതും പറഞ്ഞാൽ നമ്മളെക്കാൾ വിവരമുള്ളവരോ നമ്മളെക്കാൾ പ്രായമുള്ളവരോ വല്ലതും പറഞ്ഞാൽ എന്റെ ന്യൂ ജനറേഷനിലെ കുട്ടികളോട് പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, ഉക്കതവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. വളരെ സത്യമാണത്. നമ്മൾ കാണാത്ത പലതും അവർ കണ്ടിട്ടുണ്ടാകും, അവർ വാക്ക് കേൾക്കാനാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സാദുലി തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മുരീദ് തൽക്കാലം കൈക്കോട്ട് എഴുതി. എന്താ സംഭവം അറിയൂല. യാത്ര തുടർന്നു. ദിവസങ്ങൾ യാത്ര ചെയ്തപ്പോൾ വിജനമായ പ്രദേശത്തെത്തുകയാണ്. ഒരു വീടും അവിടെയില്ല, ഒരു മനുഷ്യനും അവിടെയില്ല. ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈജിപ്ഷ്യൻ ഗവൺമെന്റ് നമുക്കവിടെ പെർമിറ്റ് തരാറില്ല. ഒന്നുകിൽ കൊള്ളക്കാരുണ്ടാകുമെന്ന, അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് ഭീകരവാദികൾ വന്നിട്ടുണ്ടാകുമെന്ന. മനുഷ്യന്മാരാകെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വീടുകളാണ് അവിടെ ഉള്ളത്. ഇതുപോലെ 2 കടകളും മാത്രമാണ് അവിടെ ഉള്ളത്. അത് തന്നെ ഒട്ടകത്തെയും ആടുകളെ മേയ്ക്കുന്ന സുഡാനികളാണ്.
നമ്മളെപ്പോലത്തെ സിയാർത്ത് ചെയ്യുന്ന ആരെങ്കിലും കാശ് ഡോളർ കൊടുത്താൽ അവരൊട്ടകത്തെ നമുക്ക് തരും, അല്ലെങ്കിൽ ആടുകളെ തരും. നമ്മളത് അറുത്ത് കൊടുത്താൽ സിയാറത്തും റാത്തീവും കഴിഞ്ഞു വരുമ്പോഴേക്ക് അവർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തരും. അതിനു വേണ്ടി താമസിക്കുന്നവരാണ് അവിടെ ഉള്ളത്. ഇപ്പോഴും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണുള്ളത്. ആ വിജനമായ പ്രദേശത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ഹാദിഹി ഉമൈസിറ, ഇതല്ലേ മോനെ ഉമൈസിറ? ഖാദിം പറഞ്ഞു, ബലാതെ ഇതാണ് ഉമൈസിറ. എങ്കിൽ വെള്ളം കൊണ്ടുവരൂ. വെള്ളം കൊണ്ടുവരുന്നു, ഉളു ചെയ്യുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കലിമ ചൊല്ലുന്നു. ആ ഒരൊറ്റ കിടത്തം അങ്ങ് കിടക്കുന്നു. ഖാദിം തരിച്ചുപോയി. എന്താ സംഭവം അറിയുന്നില്ല. അല്പസമയം കഴിഞ്ഞു നോക്കുമ്പോ ആളുണരുന്നില്ല. കുറെ തട്ടി വിളിച്ചു. പിന്നെയാ ബോധ്യപ്പെട്ടത് സംഗതി മരിച്ചിരിക്കുന്നു. ആരുമില്ല. ഷാദുലി ശൈഖും തന്റെ മുരീദും മാത്രമാണുള്ളത്. ഇനി എന്തു ചെയ്യും? അല്ലാ, ഈ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് മരിച്ചല്ലോ റബ്ബേ. പെട്ടെന്ന് ദാസബോധം തിരിച്ചു വരികയാണ്. ആ മുരീദ് ചിന്തിക്കുന്നു, ഹജ്ജിന്റെ യാത്രക്കൊരുങ്ങുമ്പോൾ ഞാൻ ചോദിച്ചല്ലോ ശൈഖിനോട് എന്താണ് കയ്യിൽ കരുതേണ്ടത് എന്ന്. എന്നോട് ശൈഖ് പറഞ്ഞത് തൂമ്പ കൈക്കോട്ട് കരുതുവാനാണ്. ഹജ്ജ് യാത്രക്ക് കൈക്കോട്ട് വേണ്ട, ഹജ്ജിന്റെ ഉംറയ്ക്ക് കൈക്കോട്ട് വേണ്ട, മക്കത്തും മദീനത്തും കൈക്കോട്ട് വേണ്ട. എങ്കിൽ എന്നോട് കൈക്കോട്ട് കരുതാൻ പറഞ്ഞതിന്റെ രഹസ്യം ഇത് തന്നെയാണ്. ഇനി ഞാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല, ഞാൻ തന്നെ കാര്യങ്ങൾ നടത്തട്ടെ. അങ്ങനെ കൈക്കോട്ട് കൊണ്ട് കുഴിയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാദുലി തങ്ങളെ അവിടെ തന്നെ മറമാടുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ പോകുമ്പോ ആ മക്കബറിന്റെ വലിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പക്ഷെ പൂർത്തിയായിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് വമാദാ തക്സിബു ഗദാ. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതേസമയം ഷാദുലി ശൈഖോ കറക്റ്റ് സ്പോട്ട് മനസ്സിലാക്കുന്നു. അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ഖബറും പുറത്തു പോയില്ലേ? ജ്യേഷ്ഠ സഹോദരനോട് യാത്ര പറഞ്ഞില്ലേ? ഒദു ചെയ്തുകൊണ്ട് ബുഖാരി നെഞ്ഞത്ത് വെച്ച് കടന്നില്ലേ? ആ രീതിയിൽ ഗ്രന്ഥം നെഞ്ഞത്ത് വെച്ച് കടന്നുകൊണ്ട് മരിച്ചുപോയില്ലേ? ബഹുമാനപ്പെട്ട മർക്കസിന് തറക്കല്ലിട്ട് ഡോക്ടർ മുഹമ്മദ് മാലിക്കി മക്ക, അവരൊക്കെ തറയേറ്റി കൊടുക്കട്ടെ. സാധാരണ വരുന്ന മക്കളോട് പെട്ടെന്ന് കണ്ടുപോകാൻ പറഞ്ഞില്ലേ? ഇനി ആരും വരരുതെന്ന് പറഞ്ഞില്ലേ? മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജനാസ കണ്ടില്ലേ? ഖുത്ബുൽ ആലം സിഎം വലുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുസ്സമാൻ ഖമറുൽ ഉലമാ സുൽത്താനുൽ ഉലമാ എപി ഉസ്താദ് ഫലഹുല്ലാഹ് വിദേശത്ത് പോകാൻ സമ്മതം ചോദിക്കാൻ നിന്നു. ടിക്കറ്റ് ഓക്കെ ആക്കിയിട്ടുണ്ടോ? എപ്പോഴാ പോകുന്നത്? അടുത്ത ചൊവ്വാഴ്ച. അത് വേണ്ട, ശനിയാഴ്ച കഴിഞ്ഞ് പോകാം. കാര്യമായ ആളുകൾ പറഞ്ഞാൽ എന്തേ ശൈഖുന എന്ന് ഉസ്താദ് തിരിച്ചു ചോദിച്ചിട്ടില്ല. അത് സിറാണ്. അവർ പറയുമ്പോൾ മേലാൽ വരുന്നേ വിശേളം പറഞ്ഞോവർ എറുമാലക്കൂത്തില് രാജാളി എന്നോവർ ബിൽകുത്തുബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി അഫാത്തിൻ യാ അല്ലാഹ്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അവരെങ്ങനെ കലയെ കൂട്ടി കാണുന്നു. കണ്ടത് പിന്നെ പഴക്കൂല, ശാസ്ത്രത്തിന് പഴക്കും. ശാസ്ത്രം എപ്പോഴും നിഗമന പറയുന്നത്. ആ നിഗമനം വന്ന പഴക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പ്രവചനം വന്നിരുന്നു. അവളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. നാസ ആക്കിയൊരു പ്രവചനം. നാസ ആക്കിയെന്ന് പറഞ്ഞാല് ചീത്തയാക്കിയെന്നല്ല. നാസ എന്ന് പറയുന്ന വലിയ സയൻസിന്റെ ആളുകൾ അല്ലെ, ലോകതലത്തിലെ പ്രവചനത്തിന്റെ ആളുകളാ. അവരിറക്കിയ പ്രവചനം അതാണ് നാസാക്കിയെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? കഴിഞ്ഞ ഡിസംബർ അല്ല, ഈ കഴിഞ്ഞ മാസം ഡിസംബർ 13-ാം തീയതിയിൽ നേരം വെളുക്കൂല. അടച്ചോനെ, സൂര്യൻ ഉദിക്കൂല,
അപ്പൊ നമ്മളെ മദ്രസത്തെ കുട്ടിയൊക്കെ വലിയ തൃപ്തിയാണ്, അന്ന് മദ്രസ ലീവാകുമല്ലോ. അങ്ങനെ മദ്രസ കുട്ടിയൊക്കെ പകരം കിയാമനാളുണ്ട് പറഞ്ഞാൽ ഒരു ചോദിച്ചു ഉസ്താദിന്റെ മദ്രസ ഉണ്ടാകുമോന്നാ. കേട്ടോ ഇവിടെ അല്ല കേട്ടോ, ഇവിടെയൊക്കെ കുട്ടികൾ താല്പര്യത്തിൽ മദ്രസക്ക് വരുന്നവരാ. ഉസ്താദന്മാർ ആ നിലക്ക് ക്ലാസ് എടുക്കണമുണ്ട്. ചില ഉസ്താദന്മാർ ചിലപ്പോൾ ദേഷ്യപ്പെട്ടപ്പോൾ ഇന്നലെ പത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏതോ കുട്ടികളെ മുടി ഉസ്താദ് വെട്ടിക്കൊടുത്തവരോ, നേരെ പോലീസ് ജീപ്പാണ് വന്ന് കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്തു. വലിയ അറസ്റ്റ് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ സ്ഥലം ഞാൻ പറയുന്നില്ല, നമ്മുടെ തൊട്ടടുത്ത സ്ഥലം. ആ അങ്ങനെ കുട്ടിന്റെ മുടി കളഞ്ഞിക്കൽ കുട്ടിക്കോളി നിങ്ങൾ ഉസ്താദിനെ കളഞ്ഞു കൊടുത്തേക്കാണ്. അവസാനം രക്ഷിതാവ് കുട്ടികളും കൂട്ടി പിന്നെ വന്നത് എങ്ങനെ, JJ വകുപ്പ് പോയിട്ടാണ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അതിന്റെ ആൾക്കാരെ കേസ് കൊടുത്തു. അവസാനം പോലീസ് വന്നു, അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം കടന്നു. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിക്കാണ് ഉസ്താദ്. കുട്ടികളെയൊക്കെ തൊടാനും പേടിയപ്പം ഞാൻ അഥവാ കണ്ണുരുട്ടിയിട്ടെങ്ങാനും കുട്ടി വീണ ബജ്ജായത് തന്നെ. അതാകട്ടെ. ആ അതായത് കുട്ടികളിപ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം ചെയ്താൽ ഉസ്താദുമാർക്കും തൊടാൻ പൈസ, അമ്മാർക്കും ഉപ്പാർക്കും തൊടാൻ പൈസ. ആ കോലത്തിലാണ്. അഥവാ തൊട്ടാൽ പോലീസ് വന്നാ പിന്നെ കുടുങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ മക്കൾ കേടുന്നതിന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെക്കാൾ ഇഫ്താണ് ഇപ്പൊ പോലീസിന് നമ്മളൊക്കെ മക്കൾക്ക്. അതുകൊണ്ട് ബാപ്പ വല്ലതും ചെയ്താൽ, അമ്മ വല്ലതും ദേഷ്യപ്പെട്ടാൽ ആ നമ്പറിലാണ് വിളിച്ചും പോലീസിനെ വരും, ബാപ്പാനാണ് പൊക്കും. അല്ല കാക്കട്ടെ, നമ്മളെ മക്കളത് നന്നാക്കി തെറ്റും നല്ലോണം ആമീൻ പറഞ്ഞു പോളി. കാരണം പകല ഭാഗത്തിപ്പം കുട്ടികൾ ഉണ്ടാകാൻ തോരക്കണേക്കാൾ ഉള്ള കുട്ടികൾ പഠിച്ചവനെ നേരെയാകാൻ തോരക്കുന്ന ഇങ്ങനെ ഇപ്പോഴുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചാൽ മതി. ഉള്ള കുട്ടികൾ കൗത്തുകയറി പിടിച്ച ഉസ്താദ് അത് ിലാക്കാൻ ദ്വാരിക്കുന്ന. അതായത് ഉള്ളൊക്കെ വിറ്റുടിച്ച് കള്ളുടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മാന്റെ കൗത്തുത്തെ കിട്ടണം, അത് ഉമ്മ കൊടുക്കൂല. അങ്ങനെയാണ്. പൊന്ന് എന്ന് പറയുമ്പോ അമ്മക്കും വിഷയാണ്ട് എത്തും. അപ്പൊ പിന്നെ കത്തിയാണ് വെക്കുകയാണ്. പിന്നെ ഉസ്താദെ ഒന്നുകിൽ കുട്ടി നന്നാകാൻ ദ്വാരക്കി, ഇല്ലെങ്കിൽ നല്ലക്ക് മരിച്ചു പോകാൻ ദ്വാരക്കി. നോക്കാണ് നിങ്ങൾ എന്നോട് പറഞ്ഞതാ 2 ചാക്ക ജൽഫലാക്ക് നീർച്ചി മാറികൾ. ഒന്നുകിൽ കുട്ടി നന്നാകണം, അല്ലെങ്കിൽ കുട്ടി നല്ലക്ക് മരിച്ചു വേണം. നന്നാകാറിന വലിയതൊന്നും വേണ്ട, എന്റെ മുഖത്ത് നോക്കി ഇപ്പാന്നും ഓളെ മുഖത്ത് നോക്കി ഇമ്മാനും വിളിച്ചാൽ മതി. അപ്പൊ ആ കുട്ടിന്റെ ഒരു ഊക്കാലോചിച്ചാൽ നിങ്ങൾ അത് നമ്മളെ ജില്ലയില്ല, പരപ്പരങ്ങാടി ഭാഗം. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു തായിഫ് എന്നോട് പറഞ്ഞു വേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് അല്ല നന്നാക്കി കൊടുക്കട്ടെ. നമുക്ക് കുട്ടികൾ അങ്ങനെയാണല്ലോ വേണ്ടത്.